നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി ആർ നായർ, ശാന്തി ഹോമിയോപ്പതിക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് ഉറുപ്പന്തറ. ഇന്ന് അമൃത ജീവനത്തിൽ നമുക്ക് എല്ലുകളുടെ ഒടിവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. ഫ്രാക്ചർ ഓഫ് ബോൺസ് നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരവസ്ഥയാണിത്. ഇന്ന് സാധാരണ പ്രായമായവരിലാണിത് കൂടുതൽ കാണുന്നതെങ്കിലും ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ അനുസരിച്ച് കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ ഫ്രാക്ചർ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്നു. ശരിക്കും വളരെ ബലമുള്ളതും ആഘാതങ്ങളെ നേരിടാൻ ശക്തിയുള്ളതും പ്രതിരോധശേഷിയുമുള്ള അവയവങ്ങളാണ് എല്ലുകൾ. ഈ എല്ലുകളും മസിലുകളും നെർവും എല്ലാം ഒന്നിച്ച് യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളുടെ ചലനങ്ങൾ സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് പറയുന്നത് എല്ലുകൾക്ക് പൊട്ടലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിള്ളലുണ്ടാകുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. അതിന്ന് ചെറുപ്പക്കാരിലും ചെറിയ കുട്ടികളിലും വളരെ പെട്ടെന്ന് തന്നെ കാണപ്പെടുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫ്രാക്ചർ ഓഫ് ബോൺ അല്ലെങ്കിൽ എല്ലുകളുടെ ഒടിയൽ എന്ന് പറയുന്നത് എല്ലിന് ഒരു ചെറിയ വിള്ളൽ മുതൽ രണ്ടായിട്ട് ഒടിഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്നത് വരെ ആകാം. പല ഗ്രേഡിലുള്ള പൊട്ടലുകളുണ്ട്. അതും പല ഭാഗത്തൊക്കെ വരുമ്പോൾ അതിൻ്റെ തീവ്രതയനുസരിച്ചൊക്കെ അതിൻ്റെ മെഡിക്കൽ എമർജൻസികൾക്കൊക്കെ മാറ്റം വരുന്നു. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയൊക്കെ കുറച്ച് മാനേജ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ബോൺ രണ്ടായിട്ടൊടിഞ്ഞ് തൊലി മുറിഞ്ഞ് പുറത്ത് വന്നിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് അസ്ഥികൾക്ക് പൊട്ടലുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും പ്രതിരോധശേഷിയും ബലവുമുള്ള ഈ എല്ലുകളെ പൊട്ടിക്കണമെങ്കിൽ ബാഹ്യമായ സമ്മർദ്ദം അധികമായിട്ടുണ്ടാകണം. അതായത് വീഴ്ച, അടി, ആക്സിഡൻറ്റുകൾ തുടങ്ങിയവ, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്, ചില ക്യാൻസറുകൾ പോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഫ്രാക്ചർ ഉണ്ടാകാം. ഇതിനൊന്നും പ്രായം ബാധകമല്ല. പിന്നെ നമ്മളുടെ പ്രായം മുന്നോട്ട് പോകുന്തോറും അസ്ഥികളുടെയും ബലം കുറയുകയും അവ ഫ്രാക്ചറിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ബാഹ്യസമ്മർദ്ദം അധികമാകുമ്പോഴാണ് ഫ്രാക്ചർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് കുട്ടികളിലും ചെറുപ്പക്കാരിലും വളരെ ചെറിയ സമ്മർദ്ദത്തിൽ പോലും എല്ലുകൾക്ക് പൊട്ടൽ കണ്ടുവരുന്നു. അതായത് ഒന്ന് പതിയെ വീണാൽ, അല്ലെങ്കിൽ ചെരുപ്പിൽ നിന്നും കാലൊന്ന് തെന്നിപ്പോയാൽ, അല്ലെങ്കിൽ കാലൊന്ന് മടിഞ്ഞാൽ പോലും ഇന്ന് ഫ്രാക്ചർ ആകുന്നു. നമ്മളുടെ ചെറിയ കാലിലൊക്കെയുള്ള ചെറിയ അസ്ഥികൾക്കൊക്കെ പൊട്ടലായിട്ട് ധാരാളം പേരാണ് ബുദ്ധിമുട്ടുന്നത്. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്, ആഹാര രീതിയിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആ ഭാഗത്ത് തീർച്ചയായിട്ടും വേദനയും നീരും അനുഭവപ്പെടും. കഴിയാവുന്നതും ആ ഭാഗം അനക്കാതെ പൊതിഞ്ഞ് കെട്ടി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വൈദ്യസഹായം തേടുക. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ മേലാത്തവരുടെ ഇടപെടലുകൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ഞാൻ റെഡിയാക്കി വയ്ക്കാം, ഇതൊന്ന് വളഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആ ഭാഗം പിടിച്ച് അനക്കുകയും വലിച്ച് നേരെ ഇടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വലിയ അപകടമുണ്ടാക്കും. ചെറിയ ഫ്രാക്ചറുകൾ പോലും വലിയ സർജറിയിലേക്ക് നയിക്കുന്ന അവസ്ഥ വരെ ഇങ്ങനെയുള്ള ഇടപെടലുകളിൽ നിന്നും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി ആ ഭാഗം അനക്കാതെ, കഴിയാവുന്നിടത്തോളം അനക്കാതെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വൈദ്യസഹായം തേടുക. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓപ്പൺ ഫ്രാക്ചറുകൾ, അതായത് സ്കിൻ ബ്രേക്ക് ചെയ്ത് ബോണുകൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് തന്നെ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. എല്ലുകളുടെ ഫ്രാക്ചറിനുള്ള സാധ്യത കുറയണമെങ്കിൽ എല്ലുകൾ ആരോഗ്യമുള്ളതായിരിക്കണം. അതിനുവേണ്ടി ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് വ്യായാമം ശീലിക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് തുടങ്ങണം. അത് നിർബന്ധമാണ്. കുട്ടികളെ കളിക്കുവാൻ അനുവദിക്കുക. വലിയവരാണെങ്കിലും ഞാൻ ഇത്രയും നാളും എക്സർസൈസ് ഒന്നും ചെയ്തിട്ടില്ല, ഇനി എനിക്കതൊന്നും വയ്യ എന്ന് വിചാരിക്കാതെ നമ്മളുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് ചെയ്യാവുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങൾ ശീലമാക്കുക. സ്ട്രെച്ചിങ് എക്സർസൈസുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. ഇവയുടെ ആരോഗ്യം, മസിലുകളും എല്ലുകളും
എല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമ്മളുടെ ചലനങ്ങൾ സുഗമമാകുകയുള്ളൂ. മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവയുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം. അതിനായിട്ട് നമുക്ക് ആഹാരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കാം. എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ധാരാളം മിനറലുകൾ എല്ലാം ഉൾപ്പെടെയാണ്. കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അയൺ തുടങ്ങിയ മിനറലുകളും അയൺ, പിന്നെ വൈറ്റമിൻ ഡി, പല വിറ്റാമിനുകളും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഉൾപ്പെടെയുള്ള സമീകൃത ആഹാരം നമ്മൾ ശീലിക്കുക. പാലുൽപ്പന്നങ്ങളായ നെയ്യ്, യോഗട്ട്, തൈര് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചീര പോലെയുള്ള ഇലക്കറികൾ നിർബന്ധമായും നമ്മൾ ദിവസവും ശീലിക്കുവാനായിട്ട് തയ്യാറാകുക. മുട്ട, മത്സ്യങ്ങൾ, പ്രത്യേകിച്ചും ചെറുമീനുകൾ, അതുപോലെ തന്നെ നട്ട്സ്, ഇവയെല്ലാം തന്നെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും നല്ല സോഴ്സുകളാണ്. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അമിതമായിട്ട് ചായ, കാപ്പി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പഞ്ചസാര, ഉപ്പ്, അതായത് ബേക്ക്ഡ് പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിർത്തണം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പുകവലിയും മദ്യപാനവും. ഇവയെല്ലാം ഒഴിവാക്കി നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചങ്ങലം വരണ്ട എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഇത് നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണപ്രദമാണ്. അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചമ്മന്തിയായിട്ടോ നമ്മളല്ലെങ്കിൽ ചമ്മന്തി ഇടിച്ചു വയ്ക്കുന്നതിനകത്തൊക്കെ ചങ്ങലം വരണ്ട ചേർത്ത് തയ്യാറാക്കുവാനായിട്ട് ശീലിക്കുക. അതും എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. സർജറി ഒന്നും ആവശ്യമായി വരുന്നതല്ലാത്ത ചെറിയ ഫ്രാക്ചറുകളൊക്കെ നമുക്കതിനെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് സ്പ്ലിൻ്റൊക്കെ വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ ബാൻഡേജ് ചെയ്യുകയോ പ്ലാസ്റ്റർ ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻറ്റേർണലായിട്ട് ഹോമിയോ മെഡിസിനും കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, വേദനയും നീരുമൊക്കെ വേഗം കുറയുന്നതിനും ആ എല്ലുകളുടെ യോജിക്കൽ, അതായത് യൂണിയൻ ഓഫ് ഫ്രാക്ചേർഡ് ബോൺസ് സ്പീഡപ്പ് ആക്കുന്നതിനും ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകളുണ്ട്. എല്ലുകൾ ആരോഗ്യമുള്ളവയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ചലനങ്ങൾ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിച്ച് നമുക്കും സന്തോഷത്തോടെ ഇനിയുള്ള നാളുകളിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാം. ഇതിനുവേണ്ടി നമ്മളുടെ ആഹാര രീതിയിലും വ്യായാമത്തിലും ഒക്കെ ശ്രദ്ധിക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.